ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. പുറപ്പാടിൻ്റെ പുസ്തകം 15:26. ഐ ആം ദ ലോഡ് യുവർ ഹീലർ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ വചനങ്ങൾ നീ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും കൃത്യമായി അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേലുണ്ടായ മഹാമാരി ഒന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യെരമ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നമ്മുടെ അനുദിന ജീവിതത്തിലെ വലിയ ഒരു നൊമ്പരമാണ് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാതെ വരികയും ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും അതിനെ തുടർന്ന് ജീവിതത്തിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, അതിനെ മുറിവുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ മുറിവേറ്റ അനേകം ജീവിതങ്ങൾ മറ്റുള്ളവർക്കും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിവേറ്റ മൃഗം അപകടകാരിയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്, അതോർത്ത് എൻ്റെ മനസ്സ് നിരന്തരം തകരുന്നു. ഒരു മനുഷ്യ മനസ്സിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് നാം ഇവിടെ കാണുക. കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ഓർമ്മയിൽ നോവുന്നത് മറക്കാൻ കഴിഞ്ഞെങ്കിൽ, ഓർമ്മകൾ ഇനിമേലിൽ പിറക്കാതിരുന്നെങ്കിൽ. മറക്കുവാൻ പറയുവാൻ എന്തെളുപ്പം, പാരിൽ പിറക്കാതിരിക്കുവാൻ അതിലെളുപ്പം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിലേക്കും വേദനിപ്പിക്കുന്ന ഓർമ്മകളും നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ആകുലരായി അസ്വസ്ഥരായി പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോകുന്ന ഒത്തിരിയേറെ ജീവിത അനുഭവങ്ങൾ. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ നമുക്ക് എങ്ങനെയാണ് സൗഖ്യമാക്കാനായിട്ട് സാധിക്കുക? 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം, അവൻ തൻ്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ വചനമയച്ചാണ് അവർക്ക് സൗഖ്യം കൊടുക്കുന്നത്. ഇവിടെയാണ് ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർക്ക് ഈശോ വചനം കൊണ്ടും പരിശുദ്ധ കുർബാന കൊണ്ടും സൗഖ്യം കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു എമ്മാവൂസ് തെറാപ്പി നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. നാം കാണുന്നുണ്ട്, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയാതെ ശിഷ്യന്മാർ ചിതറി ഓടുകയാണ്. അവിടെ മനസ്സ് മുഴുവനും ആകുലതയും അസ്വസ്ഥതയും ഭാരവും ദുഃഖവും സങ്കടവും കൊണ്ട് നിറഞ്ഞ ഒരു തോറ്റോടിയ പടയായിരുന്നു അപ്പസ്തോലന്മാർ. അതിൽ 2 പേര് ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് ഒരു യാത്രയാണ്. ഏകദേശം 11 കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്ര. അവരെപ്പറ്റി ലൂക്കാ സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ മുഖം മ്ലാനവതരായിരുന്നു. അവർ വാദിച്ചും തർക്കിച്ചും കടന്നു പോവുകയാണ്. ഒരർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെയെല്ലാം ഓർത്ത്, ഈ കഷ്ടതയുടെ അലച്ചിലിൻ്റെ ഓർമ്മ കൈപ്പേറിയ വിഷമായിട്ട് അതിനെ ഓർത്ത് ധ്യാനിച്ചും വിഷമിച്ചും സങ്കടപ്പെട്ടും അവർ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ തേങ്ങുന്ന ഹൃദയവുമായി, നീറ്റുകക്ക പോലെ നീറുന്ന ഹൃദയവുമായി കടന്നു പോകുന്ന ഇവരുടെ കൂടെ ഈശോ ഇറങ്ങിച്ചെല്ലുകയാണ്. തേങ്ങുന്നവനെ തേടുന്ന ഒരു കർത്താവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. മുറിവേറ്റ 2 മനസ്സുകളെ കർത്താവ് എങ്ങനെയാണ് സൗഖ്യപ്പെടുത്തുന്നതെന്ന് ഈ എമ്മാവൂസ് തെറാപ്പി നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഈശോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റെപ്പായിട്ടാണ് ഈശോ ഇവർക്ക് ഒരു സൗഖ്യത്തിൻ്റെ മേഖലയിലേക്ക് ഇവരെ നയിക്കുന്നത്. ഒന്ന്, ഇരുന്ന് കൽപ്പിക്കാതെ ഇറങ്ങി നടക്കുന്ന ഒരു ഈശോയെ നമ്മളിവിടെ കാണുക. മനുഷ്യ മനസ്സിന് മുറി ഉണക്കണമെങ്കിൽ ഇരുന്ന് കൽപ്പിച്ചാൽ പറ്റില്ല, ഇറങ്ങി നടക്കണം. 2, ഇറങ്ങി നടക്കാൻ തയ്യാറായാൽ മാത്രം പോരാ, കൂടെ നടക്കാനായിട്ട് തയ്യാറാവണം. 3-ാമതായിട്ട് അവരുടെ നൊമ്പരങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. 4-ാമതായിട്ട് അവർക്ക് പറയാനുള്ളത് മുഴുവനും കേട്ട ശേഷം ഈശോ തനിക്ക് പറയാനുള്ള അവർ വാക്കാണ് പറഞ്ഞത്, ഈശോ വചനമാണ് പറഞ്ഞത്. വാക്കുകൾ മുറിപ്പെടുത്തും, വചനം സുഖപ്പെടുത്തും. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം, അവൻ വചനം അയച്ചാണ് അവർക്ക് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഈശോ ഈ ശിഷ്യന്മാർക്ക് സൗഖ്യം കൊടുക്കുന്ന പ്രത്യേക രീതിയിലാണ്. അതിവിദഗ്ധനായ ഒരു കോഗ്നിറ്റീവ് തെറാപ്പിസ്റ്റിനെ പോലെ
ഈശോ ഒരു ജ്ഞാനാത്മക ചികിത്സയാണ് ഈ ശിഷ്യന്മാർക്ക് നൽകുന്നത്. കാരണം ഒരു മനുഷ്യ വ്യക്തിയിൽ പെരുമാറ്റശൈലിയിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് ആ വ്യക്തിക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല, ആ വ്യക്തിയുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തണം. വില്യം ജെയിംസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു വിഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അദ്ദേഹം പറയുന്നൊരു വലിയ നിരീക്ഷണമുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിയുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തിയാൽ ജീവിതത്തെ അഴിച്ചു പണിയാമെന്നുള്ളതാണ്. ചിന്താഗതികളിൽ മാറ്റം വരുത്തിയാൽ വികാരങ്ങളിൽ മാറ്റമുണ്ടാകും. വികാരങ്ങളിൽ മാറ്റമുണ്ടാകുന്നതിനനുസരിച്ച് പ്രവൃത്തികളിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ചിന്ത, വികാരം, പെരുമാറ്റം. വളരെ സൂക്ഷ്മ നിരീക്ഷണമുള്ള ഒരു ജ്ഞാനാത്മക തെറാപ്പിസ്റ്റിനെ പോലെ ഈശോ ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ കയറിയ വികലങ്ങളായ മുറിവുകൾ സൃഷ്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ ഈശോ തൻ്റെ വചനം അയച്ച് ഇവരുടെ മനസ്സിൽ കയറിക്കുന്ന മുറിവുകളെ ഈശോ അറിവുകളാക്കി മാറ്റുകയാണ് ഈ എമ്മാവൂസ് തെറാപ്പിയിൽ ഈശോ ആദ്യം ചെയ്യുന്നത്. അവരുടെ കൂടെ ഈശോ നടക്കുകയാണ്. കൂടെ നടന്നിട്ട് ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ ഇടയിൽ അവരുടെ ഉള്ളിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സെന്താണെന്ന് അവർ തന്നെ പ്രകടിപ്പിക്കുകയാണ്. അതിലൊരാൾ പറയുന്നത്, ഈശോ ആരായിരുന്നു? വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ. മോശയെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ. അപ്പോൾ അതായത് ശിഷ്യന്മാർ 3 വർഷം ഈശോയുടെ കൂടെ നടന്ന് യാത്ര ചെയ്തും കണ്ടും കേട്ടും ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് ഭക്ഷിച്ചും ഈ വചനമെല്ലാം കേട്ട ശേഷവും അവർ മനസ്സിലാക്കിയത് ഈശോ ആരാണ്? മോശയെപ്പോലെ ഒരു പ്രവാചകൻ, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ. ഒന്നാമത്തെ അവരുടെ വികലമായ അറിവ്. രണ്ടാമത്തെ ആൾ പറഞ്ഞത് ഇസ്രായേൽക്കാരെ റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനിരിക്കുന്ന ഒരു രാജാവായ ഒരു വിമോചകൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അപ്പോൾ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ 2 വികലമായ അറിവ്: ഒന്ന്, ഈശോ മോശയെപ്പോലൊരു പ്രവാചകൻ മാത്രം; 2, ഇസ്രായേൽക്കാരെ റോമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കാൻ പോകുന്ന ഒരു രാജാവായിരിക്കുന്നുണ്ട്. ഈ വികലമായ ചിന്തയുമായിട്ടാണ് അവർ ഈശോയുടെ ഉയർപ്പിന് ശേഷം പോലും ഈ ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അവർ ഈ വികലങ്ങളായ ചിന്തകളാണ് മുറിവുകൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈശോ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത്? ഈശോ ഇവരോട് ചോദിച്ച് കാര്യങ്ങൾ ഇവർ പറയാനുള്ളത് മുഴുവൻ കേട്ട ശേഷം ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, അതായത് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പോൾ ഇവർ തന്നെ ഈശോയുടെ ഉയർപ്പിനെ അവിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ അവിടെ പോയെന്നും ഈശോ ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിൽ ഉറപ്പൊന്നും വന്നിട്ടില്ല. എന്നാൽ പഴയ നിയമം നന്നായിട്ട് പഠിച്ചൊരു പണ്ഡിതനെ പോലെ, പഴയ നിയമ കാറ്റക്കിസ്റ്റിനെ പോലെ ഈശോ ചോദിക്കുകയാണ്, യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പഴയ നിയമത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അറിഞ്ഞുകൂടെ? അതിനുവേണ്ടി ഈശോ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കാണുന്നുണ്ട് 11 കിലോമീറ്റർ ദൂരം പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥിയും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഈശോയെപ്പറ്റി പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ഈശോ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഇതിനെയാണ് ലോഗോസ് റേഡിയേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് വചനം കൊണ്ട് ഇവരുടെ മനസ്സിനേറ്റിരിക്കുന്ന മുറിവുകളെ ഈശോ സൗഖ്യമാക്കിയാണ്. ബാക്ടീരിയാസും വൈറസിനെയും ഫംഗസിനെയും നിർവീര്യമാക്കുന്ന ലോഗോസ് തെറാപ്പി, അതായത് ഈശോ തൻ്റെ വചനം അയച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. വികലങ്ങളായ അറിവുകൾ മുറിവുകളായി സൃഷ്ടിച്ചിട്ടുണ്ട്. കടക്കൽ ഒഴിച്ചാലേ തലക്കൽ മുളയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ മനുഷ്യവ്യക്തിയിൽ ചില അടിസ്ഥാനപരമായ ചില ബൗദ്ധിക ബോധ്യങ്ങൾ വരണം. അതായത് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയണമെങ്കിൽ ഒരു ഭൗതികമായൊരു മാനസാന്തരമുണ്ട്, അതുപോലെ തന്നെ വൈകാരികമായൊരു മാനസാന്തരമുണ്ട്. ഇൻ്റലക്ച്വൽ കൺവേർഷൻ എന്നും പറയും, ഇമോഷണൽ കൺവേർഷൻ എന്ന് പറയും. അതായത് ആദ്യത്തേത് വരേണ്ടത് ചില ഭൗതികമായ ചില ബോധ്യങ്ങളാണ്. അത് വചനം കേട്ട് ഹൃദയം ജ്വലിച്ചപ്പോൾ അവർക്ക് ചില ബോധ്യങ്ങൾ വന്നു. ആ ബോധ്യത്തിൽ നിന്നും ഈശോ അവരുടെ മനോഭാവം മാറ്റുകയാണ്. ചിന്താഗതികളിൽ മാറ്റം വരുത്തിയ ജീവിതത്തെ അഴിച്ചു പണിയുക. ഈശോ 11 കിലോമീറ്റർ ദൂരം ഇവരുടെ കൂടെ വചനം പറഞ്ഞു നടക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഈശോ ഈ വചനത്തിലൂടെ പറഞ്ഞു കൊടുത്തത്? ഈശോ അവരുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു പ്രധാനപ്പെട്ട പ്രമേയം മറ്റൊന്നുമല്ല, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത് ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ബൈ ചാൻസ് അല്ല, ബൈ ചോയ്സ് ആണ്. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ് കാൽവരിയിലെ മരക്കുരിശിൽ നടന്നത്. അതിൽ പീലാത്തോസും ഹേറോദോസും യൂദാസിനും പത്രോസിനുമൊക്കെ അവർ ഓരോ ജീവിതത്തിന് ചില നിമിത്തങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, ദൈവം അറിയാതല്ല ഒന്നും സംഭവിച്ചത് എന്നുള്ള ശക്തമായുള്ള പോസിറ്റീവായൊരു വിഷൻ. 119 സങ്കീർത്തനം 130 വചനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ചുരുളി വരുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ദൈവവചനത്തിൻ്റെ ചുരുളി വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യത്തെ ഓർത്തുകൊണ്ട് നമ്മൾ വേദനിച്ചും വിഷമിച്ചും
കഷ്ടതയുടെ അലച്ചിൻ്റെ ഓർമ്മയുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നിനും ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിൽ നമ്മൾ നിഷേധാത്മകമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. നിഷേധാത്മകമായ വികാരങ്ങൾ രൂപപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതുവഴിയായി നമ്മൾ ചിലപ്പോൾ രോഗികൾ വരെയായി തീരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ഈശോ ചിന്താഗതികളിൽ മാറ്റം വരുത്തുക, അതായത് കാഴ്ചപ്പാടുകളിൽ. ഈശോ മിശിഹായുടെ കുരിശുമരണം എന്ന് പറയുന്നത് ഇത് പീലാത്തോസിൻ്റെയും ഹെറോദേസിൻ്റെയും ഒരു നാടകമൊന്നും ആയിരുന്നില്ല. ഇത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും കാൽവരിയിൽ ഈശോ മിശിഹായുടെ തിരുനെഞ്ച് തുറന്നത് മാനവരാശിയിലെ തെറ്റ് ചെയ്യപ്പെട്ട ഏതൊരു വ്യക്തിക്കും മാപ്പ് ചോദിച്ച് കടന്നു വന്നാൽ, അനുദപിച്ച് കടന്നു വന്നാൽ ദൈവത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാണ് തുറന്നതെന്നും വഴിയും സത്യവും ജീവനുമായി യേശുവിൻ്റെ ഹൃദയം തുറന്നത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും യേശു ഏകരക്ഷകനാണെന്നും ലോകരക്ഷകനാണെന്നുള്ള ഒരു സത്യത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. ഇത് ഇവർക്ക് ആദ്യം മനസ്സിലായി. പക്ഷേ ഈശോ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തത് ഈശോയാണെന്ന് പറയുന്നില്ല. പഴയ നിയമം പഠിച്ചൊരു വ്യക്തിയെ പോലെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിക്കഴിഞ്ഞു. ഒന്നാം ഭാഗം, നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്ക് 2 ഭാഗമുണ്ട്. ഒന്ന് വചന ശുശ്രൂഷ, വചനം വ്യാഖ്യാനിക്കുകയാണ്. വചനം കൊടുത്ത് അവൻ ഹൃദയം ജ്വലിപ്പിച്ചു. ഇനി രണ്ടാമതെന്താണ് ചെയ്തത്? എമ്മാവൂസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈശോ ചെയ്യുന്ന രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ പറഞ്ഞു, കർത്താവേ, നേരം വൈകിയാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, കൂടെ വസിക്കണമേ എന്ന് പറഞ്ഞു. മാനേ നൊബിസ്കും ദോമനെ, കർത്താവെ കൂടെ വസിക്കണമേ എന്ന്. കൂടെ വസിക്കാൻ ആഗ്രഹിച്ചവരിൽ കുടിയിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം, അതാണ് കുർബാന. അവരാഗ്രഹിച്ചെന്താണ്? കർത്താവെ കൂടെ വസിക്കണമേ എന്ന്. വിട്ടുപോകരുതേ, കൂടെ വസിക്കണമേ. സന്ധിയാകുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല, വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ നൊമ്പരമാണ്. കർത്താവെ കൂടെ ആയിരിക്കണമേ, ഞങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ട്, സംരക്ഷകനെ ആവശ്യമുണ്ട്, കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് കുർബാന എന്ന് പറയുന്നത്. കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ കൂടിയിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. അതോടൊപ്പം തന്നെ കുറവുകൾ ഉള്ള മനുഷ്യരുടെ കുറവകറ്റാനായിട്ട് കൂടെ വസിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. കുറവുള്ളവരുടെ കുറവ് പരിഹരിക്കാൻ കർത്താവ് കൂടെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പരിശുദ്ധ കുർബാന. അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ വിസ്മയം എന്ന് പറയുന്നത്. വചനം മാംസമായി മാറുകയാണ്. ബൈബിളിലെ 73 പുസ്തകങ്ങളും മാംസമായി ദൃശ്യരൂപത്തിൽ അവതരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ഒന്ന് ലോഗോസ് റേഡിയേഷൻ, രണ്ടാമത്തത് യൂക്കറിസ്റ്റിക് റേഡിയേഷൻ. അവൻ ആ വചനം വ്യാഖ്യാനിച്ച് അവിടെ ഹൃദയം ജ്വലിപ്പിച്ചു. പിന്നീട് അപ്പം മുറിച്ചപ്പോഴാണ് അവർ ഉദ്ധിതനെ കണ്ടത്, ഈശോയെ കണ്ടത്. ഇനി നമ്മൾ കാണുകയാണ്, അവിടെ വെച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്ത ശേഷം, അതായത് പിന്നീട് നമ്മൾ കാണുന്നത് ഈശോ അപ്രത്യക്ഷനാകുകയാണ്. അപ്പം മുറിച്ചിട്ട് അപ്രത്യക്ഷനായവൻ അപ്പസ്തോലന്മാരുടെ അകതാരിൽ അഭിഷേകത്തിൻ്റെ അഗ്നിയായി ആളിക്കത്തി. അതാണ് പരിശുദ്ധ കുർബാന. അതായത് പരിശുദ്ധ കുർബാനയിൽ അപ്പം മുറിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈശോ എന്തായി പറഞ്ഞു? യൂക്കറിസ്റ്റ് മേക്സ് എ ചർച്ച്. വിശുദ്ധ കുർബാന സഭയെ രൂപപ്പെടുത്തുകയാണ്. ചർച്ച് മേക്സ് യൂക്കറിസ്റ്റ് ആൻഡ് യൂക്കറിസ്റ്റ് മേക്സ് ചർച്ച്. സഭാസമൂഹത്തെ രൂപീകരിക്കുന്ന യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്. പിന്നെ അപ്പം മുറിച്ച ശേഷം അവൻ അൾത്താരയിലില്ല, അവൻ എന്തായി മാറുന്നു? അവൻ കൂടെയാകുന്നു. അതായത് കുറവകറ്റാൻ വേണ്ടി കൂടെ വസിക്കുന്നതാണ് കുർബാന. അതുകൊണ്ടാണ് ഈശോയുടെ ശരീരരക്തങ്ങളായി സ്വീകരിക്കുന്ന നമ്മളൊക്കെ രക്തസാക്ഷികളാണ്, രക്തത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലാൻ മാത്രം നമ്മൾ രൂപപ്പെട്ടു വരികയാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല ഈശോ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ പിതാവിൽ ഈശോ ഉപയോഗിക്കാത്തൊരു വാക്കാണ് ഞാൻ എന്ന വാക്ക് തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനാൽ തന്നെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി, നമ്മളെല്ലാം തുല്യരാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, മനുഷ്യരെന്ന നിലയിൽ തുല്യരാണ്, കഴിവുകളിൽ വ്യത്യസ്തരാണ്. മനുഷ്യനെടുത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ സഹോദരങ്ങളാണെങ്കിൽ ദൈവം പിതാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വത്തെ ഏറ്റുവാങ്ങുകയും നമ്മൾ സഹോദരങ്ങളാണെന്നൊരു വലിയൊരു ബോധ്യത്തിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ അങ്ങയുടെ നാമം, നിന്റെ നാമമാണ് പൂജിതമാകേണ്ടത്, എൻ്റെ നാമമല്ല. ജീവിതത്തിൽ പലപ്പോഴും നൊമ്പരങ്ങളും മുറിവുകളും ഉണ്ടാക്കുന്നത് എൻ്റെ നാമം പൂജിതമാകാൻ, എൻ്റെ പേരിന് വേണ്ടി, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവനവനും മുറിവ്, മറ്റുള്ളവർക്കും മുറിവ് സൃഷ്ടിക്കുന്നത്. ഈ ആഴത്തിൽ മുറിവേറ്റവരെല്ലാം മറ്റുള്ളവർക്ക് ആഴത്തിൽ മുറിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അപകടകാരിയായ മൃഗമാണ്, മുറിവേറ്റ മൃഗം അപകടകാരിയാണ്. കാലത്തിനും സമയത്തിനും അനുസരിച്ച് മുറിവ് ഉണങ്ങുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് മുറിവ് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ അനുദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുകയാണ് ഈശോ 2 വിധത്തിലാണ് ഈ ശിഷ്യന്മാരുടെ മുറിവുണക്കുന്നത്. ഒന്ന്, വചനം അയച്ച് ലോഗോസ് റേഡിയേഷനിലൂടെ സൗഖ്യം കൊടുക്കുന്നു. 2, യൂക്കറിസ്റ്റിക് റേഡിയേഷനിലൂടെ ഈശോ കൊടുക്കുന്നു. ഇതാണ് ഈ ഓരോ പരിശുദ്ധ കുർബാന. സഭയുടെ ഏറ്റവും വലിയ ബലിയാണ് വിശുദ്ധ കുർബാന. സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. അത് വചന ശുശ്രൂഷയിലൂടെ ഹൃദയം ജ്വലിച്ച് അപ്പം മുറിക്കലിലൂടെ കണ്ണുകൾ തുറന്ന് ഹൃദയം ജ്വലിക്കുകയാണ്. സഭാപിതാവായ ഇരണേവൂസ് പഠിപ്പിച്ചൊരു വലിയ സത്യമുണ്ട്. പരിശുദ്ധ കുർബാന അൾത്താരയിൽ ആരംഭിക്കുന്നു, അത് തുടരുന്നത് കുടുംബത്തിലാണ്. ബലി തുടരുന്ന കുടുംബത്തിലാണ്. അതുകൊണ്ട് അൾത്താരയിൽ നിന്ന് അടുക്കളയിലേക്ക്, അൾത്താരയിൽ നിന്ന് ആശുപത്രിയിലേക്ക്, അൾത്താരയിൽ നിന്ന് പാടശേഖരത്തേക്ക്, പണിശാലയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ശക്തിയാണ് കുർബാന. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് ഒരു റിച്വൽ മെമ്മറി മാത്രമായിട്ടല്ല.
ഇത് ആചാരപരമായ ഒരു അനുഷ്ഠാനം മാത്രമല്ല, ഇത് ജീവിതത്തിൻ്റെ ഓർമ്മയാണ്. ജീവിതത്തിൻ്റെ കർമ്മവേദിയിൽ മുറിക്കാനുള്ള ശക്തിയും ബലവും കിട്ടുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഇനി എങ്ങനെയാണിത് മുറിവുണക്കുന്നത്? ഈശോ മുറിവുണക്കിയതുപോലെ തന്നെയാണ് ഈ വചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഇന്നും മാനവരാശിയുടെ മുറിവ് ദൈവം ഉണക്കുന്നത്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഈ ക്രിസ്തു എന്ന പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമ്മളൊന്ന് കൂട്ടിച്ചേർത്താൽ മതി. ഞാൻ ഇതെല്ലാം സഹിച്ച് ഇവിടെ എത്തേണ്ടിയിരുന്നില്ലേ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ നിമിഷത്തിൽ ഈ സംഭവിച്ചതിൻ്റെ ആഴമോ അർത്ഥമോ എന്താ നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് ആ മനുഷ്യൻ നമ്മളെ മുറിപ്പെടുത്തി, ആ മനുഷ്യൻ നമ്മളെ അവഹേളിച്ചു, ആ വ്യക്തി നമ്മളോട് അത് ചെയ്തു. എഫെസ്യസ് ലേഖനം 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി, സുവിശേഷത്തിൻ്റെ വെളിച്ചം കാണാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അതുകൊണ്ട് അന്നുണ്ടായ ആ മുറിവിൻ്റെ, ആ വേദനയുടെ, ആ തിരസ്കരണത്തിൻ്റെ, ആ ഒറ്റപ്പെടലിൻ്റെ, ആ ഒഴിവാക്കലിൻ്റെ വേദന അന്ന് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ കടന്നു പോന്നു. അതായത് ഇന്ന് നമ്മൾ കടന്നു വന്ന അവസരത്തിൽ ഇന്ന് ജീവിതസായാഹ്ന തീരത്തിരുന്നുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ മുറിവുകളൊക്കെ ഇന്ന് അറിവുകളായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില അറിവുകളായി മാറുകയാണ്. ചില മുറിവുകളെ അറിവുകളാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും വിശ്വസിച്ച ഒരു വ്യക്തി നമ്മളെ ചതിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, അതായത് ഈ ഭൂമിയിൽ ആരെയും നമ്മൾ അൺകണ്ടീഷണലായിട്ട് ഒരു വ്യക്തിയെയും വിശ്വസിക്കാൻ പാടില്ല എന്ന ഒരു ബോധ്യം നമുക്ക് മനസ്സിലായി. ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ നമ്പരം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതായത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയെ ഞാൻ വിശ്വസിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അതാണ് മുറിവുകളെ അറിവുകളാക്കി മാറ്റുക എന്നത്. ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരെയും ചതിച്ചുകൊണ്ട് ചിരിക്കുന്നവരെയും ജീവിത അനുഭവത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് മുറിവുകളെ അറിവുകളാക്കി മാറ്റുക. ഒരു വ്യക്തി ഒരിക്കൽ നമ്മളെ ചതിച്ചാൽ അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്. ആ വ്യക്തി തന്നെ വീണ്ടും നമ്മളെ രണ്ടാമതും മൂന്നാമതും ചതിക്കാൻ ശ്രമിക്കുകയാണ്, ആ വ്യക്തിയുടെ കുഴപ്പമല്ല, നമ്മുടെ ഓരോരുത്തരെയും കുഴപ്പമാണ്. മുറിവുകളെ അറിവുകളാക്കി മാറ്റുക. അതായത് കാൽവരിയിലെ മരക്കുരിശിൽ യേശുവിൻ്റെ മുറിവിനെ ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇത് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇന്ന് എമ്മാവുസിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും മുറിവുകളുടെയും ഒറ്റപ്പെടലിൻ്റെയും അർത്ഥം മനസ്സിലായത്. എങ്ങനെയാണെന്ന് മനസ്സിലായത്? വചനമാകുന്ന ജലം ഒഴിച്ച് കഴിയപ്പോൾ, വിശുദ്ധ കുർബാനയാകുന്ന അപ്പം കൊടുത്തപ്പോഴാണ് കണ്ണുകൾ തുറക്കപ്പെട്ടത്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. അതുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കും, ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രഭാഷകന്റെ പുസ്തകം 51:4, ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുവിരിഞ്ഞ അഗ്നിയിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുവിരിഞ്ഞ അഗ്നിയിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചു. അവർണ്ണനീയമായ ഈ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി. എൻ്റെ ജീവിതം നദിയിലൂടെ കടന്നുപോയപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് കൈപിടിച്ച് രക്ഷിച്ചതും, പ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളെയും തീജ്വാലയിലൂടെ കർത്താവിനെ കൈപിടിച്ച് രക്ഷിച്ചതും, ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം സ്നേഹമാണെന്ന് ആരുടെയും സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല, സ്വന്തം ജീവിതം തന്നെയാണ്. ചാൾസ് ഡി ഫുക്കോ പറഞ്ഞതുപോലെ, എന്നെ സ്നേഹിച്ച ഒരു ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണെന്നൊരു തിരിച്ചറിവാണ്. അത് മറ്റാരെയും സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും എൻ്റെ ജീവിതം ഇന്നൊരു നേട്ടമാണെന്നുള്ളൊരു തിരിച്ചറിവ്. കാരണം ഞാനിന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനം. ജീവൻ്റെ ദാനമാണെങ്കിൽ ആ ജീവൻ്റെ ദാനം ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ദൈവത്തിൻ്റെ ഐ ആം എ ലിവിങ് സിമ്പിൾ ഓഫ് എ ഫോർഗിവിങ് ഗോഡ്. ഐ ആം എ ലിവിങ് സിമ്പിൾ ഓഫ് എ ലവിങ് ഗോഡ്. സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന അടയാളമാണ്. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് മഗ്ദലന മറിയം ഈശോയുടെ ശവകുടീരത്തെങ്കിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ, യോഹന്നാനെ പറ്റി പറഞ്ഞ കമന്റ് പോലെ, അവൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഞാനിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല. സങ്കീർത്തനം 94:17 സൂചിപ്പിക്കുന്നത് പോലെ, കർത്താവെ അങ്ങനെ താങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രാണൻ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. കർത്താവെ അങ്ങനെ താങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രാണൻ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. 18-ാം സങ്കീർത്തനം 16-ാമത്തെ വചനം അവിടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കോരിയെടുത്തു. അവർണ്ണനീയമായി ഈ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുറിപ്പെടുത്തിയവരുടെ മുഖത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്, സുഖപ്പെടുത്തിയവരുടെ മുഖത്തേക്ക് നോക്കണം. 34-ാം സങ്കീർത്തനം 5-ാം വചനം, അവനെ നോക്കിയവർ പ്രകാശിതരായി. മുറിപ്പെടുത്തിയവരുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്. മുറിപ്പെടുത്തിയവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും ജീവിതത്തിൽ സങ്കടം മാത്രമേ ഉള്ളൂ. അവർ നമ്മളെ ഉപദ്രവിച്ചു, ചില വ്യക്തികൾ നമ്മളെ സ്നേഹിച്ചവർ വെറുത്തു, ഒറ്റി ചതിച്ചു. ഈശോ മിശിഹായുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഏതൊരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. 3 വർഷം കൂടെ കൊണ്ട് നടന്ന പത്രോസ് തള്ളിപ്പറയുന്നു, മറ്റൊരു ശിഷ്യനെ ഒറ്റിക്കൊടുക്കുന്നു, അപമാനിക്കുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന എല്ലാം ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു വ്യക്തി നമ്മളെ ചതിച്ചെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട കാര്യമില്ല. സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പുരുഷൻ ഏറ്റവും വലിയ രാക്ഷസീയ ഭാവം സ്വീകരിക്കും. സംസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ ഏറ്റവും വലിയ ചാബല്യത്തിൻ്റെ ഉത്തരങ്ങായി മാറും.
അതുകൊണ്ട് സംസ്കരിക്കുന്നില്ല എങ്കിൽ ഓരോ വ്യക്തിയുടെയും ജീവിതം ഈ തരത്തിലാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആരും അസ്വസ്ഥമാകേണ്ട. എന്തുകൊണ്ടാണ് അവർ നമ്മളെ മുറിപ്പെടുത്തിയത്? ദൈവകൃപ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവിക വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ, ദൈവിക ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി അത് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ട്? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു, മനസ്സ് മരവിച്ച്, ഹൃദയം അസ്വസ്ഥമായി, നമ്മളെ ഒരുപക്ഷെ അവർ ശത്രുവായി കണ്ടു കാണും, ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കാണും. അതുകൊണ്ട് ദൈവകൃപ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തുന്നത്. വയ്യാത്തൊരു കുഞ്ഞ് നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൊച്ചിനോട് തിരിച്ച് ഉപദ്രവിക്കുക. കാരണം ആ കൊച്ചു വയ്യാത്തതാണ് നമ്മൾ തിരിച്ചറിയും. അല്ലെ കണ്ണ് കാഴ്ചയില്ലാത്തൊരു വ്യക്തി നമ്മുടെ കാലിൽ കയറി ചവിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ പോയില്ല. കാരണം ആ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട്. ഇതുപോലെ ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി പവർ, സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഏത് വിധത്തിലുള്ള തിന്മയും ചെയ്യും. അത് മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും ബന്ധുമിത്രാദികളായാലും മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ദൈവകൃപയില്ലാത്ത മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു. എന്തുകൊണ്ട് അവർ ചെയ്തത്? അവരുടെ ജീവിതത്തിൽ അവർ വളർന്നു വന്ന സാഹചര്യം അതാണ്. ആ വ്യക്തിയുടെ ലിബിഡ് സ്റ്റോറി മനസ്സിലാക്കി കഴിയുമ്പോൾ, അതായത് ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യം അതാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നാളെ തൊട്ട് സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, കരുണ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സംസ്കാരമുള്ള വ്യക്തികളുമായിട്ട് ഇടപെട്ടിട്ടില്ല, പരുക്കനായൊരു പുരുഷനായി മാറി. ആ പരുക്കനായ പുരുഷന്റെ പ്രാകൃത സംസ്കാരമാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ സ്നേഹവും കരുണയും അനുഭവിക്കാത്തൊരു സ്ത്രീ, സംസ്കരിക്കപ്പെടാത്തൊരു സ്ത്രീയായി വന്നു. അവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. ആഴത്തിൽ മുറിവേറ്റവൻ മറ്റുള്ളവരെയും മുറിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയണം. അതാണ് വചനത്തിലൂടെ സൗഖ്യം നൽകുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും 2 വചനം പഠിച്ചതുകൊണ്ടല്ല സൗഖ്യം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലൂടെയാണ്. കടന്നു ചെല്ലുമ്പോൾ അറിയുന്നത്, ദൈവമേ, ആ സംഭവത്തിന് ശേഷം ഞാൻ ഇന്നിവിടെ വന്നെത്തി നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. ഒരുപക്ഷെ അന്നത് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ നിമിഷവും ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ നിമിഷവും തമ്മിൽ പല ബിന്ദുക്കളും തമ്മിൽ ചേരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ ചില ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ട ചില വ്യക്തികളുണ്ട്. ജീവിതത്തിൽ അങ്ങനെയുള്ള ചില നൂലുകളുണ്ട്. നമ്മൾ ചില വ്യക്തികളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, ഞാൻ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഇതൊക്കെ സംഭവിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മുടെ പലരുടെയും ഒരു നൊമ്പരമാണ്. ഒരു മറ്റാർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, മറ്റാരോട് ഒരു മോശമായൊരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ മുറിവുകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലെ 2-ാമത്തെയും 16-ാമത്തെയും വചനം നമുക്ക് ഉത്തരം നൽകുകയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ വന്നത് ഇത് നമ്മെ എളിമപ്പെടുത്തുവാനും പരീക്ഷിക്കുവാനും നന്മ കൊണ്ട് നിറയ്ക്കാനുമാണ്. എളിമപ്പെടുത്തുവാൻ, പരീക്ഷിക്കാൻ, നന്മ കൊണ്ട് നിറയ്ക്കാൻ ചിലപ്പോൾ ജീവിതത്തിൽ ചില തിരിച്ചടികൾ നമുക്ക്. അതാണ് തിരിച്ചടികളിൽ നിന്നും തിരിച്ചറിവ് നേടുക. ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു കാര്യം അതാണ്. തിരിച്ചടികളിൽ നിന്നും തിരിച്ചറിവ് നേടുക. ഞാൻ ഇതെല്ലാം സഹിച്ച് ഇവിടെ എത്തേണ്ടിയിരുന്നില്ലേ? അവർണ്ണനീയമായ ഈ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ഇന്ന് എന്താണോ അത് ദൈവകൃപയാലാണ്. ഇതാണ് യഥാർത്ഥ സൗഖ്യം. അപ്പോൾ വചനത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാകുന്നത്, ദൈവകൃപയില്ലാത്തവരാണ് നമ്മളെ ഉപദ്രവിച്ചതെന്നും ദൈവകൃപയില്ലാത്ത നിമിഷത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചതെന്നും അതുകൊണ്ട് നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ തന്നെ ചെയ്തു പോകുമായിരുന്നു. ക്ഷമിക്കുവാൻ എന്തിരിക്കുന്നു? നീ കടന്നു പോകുന്ന വഴി നിന്റെ ലിബിഡ് സ്റ്റോറി അതാ, നിന്റെ ഹേഡ് സ്റ്റോറി അതാണ്. നല്ലൊരു പുസ്തകം വായിച്ചിട്ടില്ല, നല്ല മനുഷ്യരെ കണ്ടെത്തിയിട്ടില്ല, ദൈവിക ചിന്തകൾ അറിയില്ല, വചനം അറിയത്തില്ല, നേട്ടത്തിൽ നോട്ടം വെച്ചൊരു ജീവിതം, സംസ്കരിക്കപ്പെടാത്തൊരു ജീവിതം. അതുകൊണ്ട് നീ അത് ചെയ്തതിൽ നിന്നെ ഞാൻ മോശക്കാരായിട്ട് കാണുകയല്ല, താഴ്ന്നവരായിട്ടും കാണുകയില്ല. അത്രേ എത്തിയിട്ടുള്ളൂ. ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാവുകയില്ല, മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിൽ പഴവും ലഭിക്കില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തികളെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആരോടും ഒന്ന് പറയാനായിട്ട് തോന്നില്ല. കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവതൃക്കരങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അഭിഷേകമായി മാറുന്നത്. ദൈവമേ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ദുരന്തവും ഈ സങ്കടവും ഒക്കെ നിന്റെ തൃക്കരങ്ങളിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് കൃപയൊഴുകുകയായി കഴിഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റു പലരോടുള്ള നമ്മുടെ അസ്വസ്ഥതയും ആകുലതയും വിട്ടുമാറും. അതാണ് ഈശോ പഠിപ്പിച്ചത്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഞാൻ ഇതെല്ലാം സഹിച്ച് ഇവിടെ എത്തേണ്ടിയിരുന്നില്ലേ? മുറിപ്പെടുത്തിയവരുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, സുഖപ്പെടുത്തിയവൻ്റെ മുഖത്തേക്ക് നോക്കണം. 2, തഴഞ്ഞവരുടെ മുഖത്തേക്കല്ല താങ്ങിയവരുടെ കരങ്ങളിലേക്ക് നോക്കാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ വ്യക്തികൾ നമ്മളെ താങ്ങിയിട്ടുണ്ട്. വിവാഹ അവസരത്തിൽ അവസാനത്തെ ആശീർവാദം കൊടുക്കുമ്പോൾ പുരോഹിതൻ ചെല്ലുന്ന ഒരു ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ ആവശ്യ നേരത്തെ നിങ്ങളെ സഹായിക്കാൻ ഉത്തമരായ സുഹൃത്തുക്കളെ ദൈവം നൽകട്ടെ എന്ന്. എത്രയോ കുടുംബങ്ങളിൽ രക്തബന്ധത്തെക്കാൾ എത്രയോ വലുതാണ് സ്നേഹബന്ധം. രക്തബന്ധക്കാർ സഹായിക്കാതെ മാറി നിന്നപ്പോൾ സ്നേഹബന്ധത്തിലുള്ള എത്രയോ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ കൈപിടിച്ച് സഹായിച്ചിട്ടുണ്ട്. അവർണ്ണീയമായി ഈ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. ദൈവത്തിൻ്റെ കാരുണ്യം അസ്തമിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ്. ഈ സഹജീവികളിലൂടെ ഇനിയും ദൈവത്തിൻ്റെ നന്മ ഈ ഭൂമിയിലുണ്ടെന്ന തെളിവാണ്. എത്രയോ വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ സഹായവുമായി കടന്നു വന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവർണ്ണനീയമായി ഈ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ശരിക്കും ആന്തരിക സൗഖ്യം.
അല്ലാതെ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ പോയി നമ്മൾ കുറേ 10 ധ്യാനം കൂടി 15 ധ്യാനം കൂടി എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പൂർണ്ണതക്കുറവെന്ന് പറയുന്നത് വചനത്തിലൂടെ ഈ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ ആഴവും അർത്ഥവും കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മൾ കുറച്ച് പാട്ട് പാടുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു തരത്തിലുള്ള സ്വസ്ഥത കിട്ടുന്നിരിക്കും. ഒരുപക്ഷെ നമ്മുടെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോർഫിൻ്റെ ശക്തി കൊണ്ട് ഒരുപക്ഷെ നമുക്കൊരു താൽക്കാലികമായ ഒരു വേദന ഒഴിവായിരുന്നിരിക്കും. പക്ഷേ അത് സൗഖ്യമാകണമെന്നില്ല. സൗഖ്യപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് അവൻ ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെ അയക്കും. അങ്ങനെയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ എമ്മാവൂസ് തെറാപ്പി എന്ന് പറയുന്നത് വചനത്തിലൂടെയും വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് സൗഖ്യം നൽകുന്ന ജ്ഞാനാത്മകമായ ഒരു ചികിത്സാ രീതിയാണ്. ഇന്ന് ആധുനിക മനഃശാസ്ത്രം രൂപപ്പെടുത്തിയ ഈ രീതി ഈശോ മിശിഹ തൻ്റെ ശിഷ്യന്മാരിൽ അപ്ലൈ ചെയ്ത ഒരു എമ്മാവൂസ് തെറാപ്പിയാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് ഈ തിരുവചനം നമുക്കൊന്ന് വായിക്കാനായിട്ട് സാധിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ദൈവം അറിയാതെ സംഭവിച്ചതല്ല. എന്നെ ഞാനാക്കി മാറ്റിയത്. നമ്മളെ സ്നേഹിച്ചവർ മാത്രമല്ല നമ്മളെ വളർത്തിയിട്ടുള്ളത്, നമ്മളെ ദ്രോഹിച്ചവരും നമ്മളെ വളർത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും ഒരു മെസ്സേജും ഒരു മെസ്സഞ്ചറുമാണ്. ചില വ്യക്തികൾ നമ്മളെ പറയുന്നു, ചില നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരാളെ പോലെ ആയിത്തീരരുത്. മറ്റു ചില ജീവിതങ്ങളെ കാണുമ്പോൾ പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. കണ്ടുപിടിക്കുക, ചേർന്ന് പിടിക്കുക. വെട്ടവും വെളിച്ചവുമുള്ള ദൈവത്തിൻ്റെ കാരുണ്യം മുറ്റി നിൽക്കുന്ന ഒരു സ്ത്രീ, ദൈവത്തിൻ്റെ പിതൃമുഖം മുറ്റി നിൽക്കുന്ന ഒരു വ്യക്തി, ഇവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ജീവിക്കാൻ പ്രേരണ നൽകുന്ന മനുഷ്യരുണ്ട്, അതോടൊപ്പം തന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യരുമുണ്ട്. അവരുടെ വഴിയിലേക്ക് വിടുക എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് വേണ്ടി അസ്വസ്ഥമാകുകയല്ല, അവരുടെ മേൽ കാരുണ്യത്തിൻ്റെ മഴ പെയ്യണമേ എന്ന്, സ്വർഗത്തിൻ്റെ മഞ്ഞും മഴയും പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സൗഖ്യം. വചനത്തിലൂടെയും വചനം മാംസമായി മാറുന്ന പരിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് സൗഖ്യം ലഭിക്കുന്നതാണ് എമ്മാവൂസ് തെറാപ്പി. ഓരോ പരിശുദ്ധ കുർബാനയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. 1-ാം ഭാഗത്ത് വചന ശുശ്രൂഷ, 2-ാം ഭാഗത്ത് അപ്പം മുറിക്കൽ ശുശ്രൂഷ. 1-ാം ഭാഗത്ത് വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഹൃദയം ജ്വലിക്കണം. 2-ാം ഭാഗത്ത് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടക്കുമ്പോൾ ഉത്തിതനെ കാണണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ വചനത്താലും നിന്റെ പരിശുദ്ധ കുർബാനയാലും ഞങ്ങളെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്.